എല്ലാവർക്കും ബ്രില്യൻസ് PSCയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഷാനി. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിനുള്ള ക്ലാസ്സുകളാണ് നമ്മൾ, അതായത് സിലബസ് വൈസ് ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുന്നേ നമ്മൾ കമ്മീഷൻസ് ഒക്കെ ചെയ്തു, ദുരന്ത നിവാരണ അതോറിറ്റി ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗത്ത് ഇതുവരെ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെയുള്ള ക്ലാസ്സുകൾ കാണാത്തവർ ആ ക്ലാസ്സും കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ക്ലാസ് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ കാണുക. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകൾ വളരെ വിലപ്പെട്ടതാണ്. കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്ന്. ക്വസ്റ്റ്യൻ: ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്ന്. 2022 ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യനാണിത്. അതിൻ്റെ ആൻസർ 1946 ഡിസംബർ 9-ന്. ഡിസംബർ 9-ന് 1946 ഡിസംബർ 9-നാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം 207 ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ 389 അംഗങ്ങളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലുള്ളത്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചപ്പോൾ അതിൽ ടോട്ടലായിട്ട് 389 അംഗങ്ങളുണ്ട്. ഈ 389 അംഗങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ 296. 399 അംഗങ്ങൾ മൊത്തമായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ട്. അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ 296 അംഗങ്ങളാണ്. എങ്ങനെയൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ 11 ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന്, ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ അവിടെ, 11 ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് 292 പേരെയും ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്ന് 4 പേരെയുമാണ് തിരഞ്ഞെടുത്തത്. അങ്ങനെ ടോട്ടൽ 296 പേരെ തിരഞ്ഞെടുത്തു. 11 ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് 292 പേരെയും അതുപോലെ തന്നെ ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്ന് 4 പേരും, മൊത്തത്തിൽ 296 അംഗങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ടു. നാട്ടുരാജ്യങ്ങളിൽ നിന്നും 93 അംഗങ്ങളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. നാട്ടുരാജ്യങ്ങളിൽ നിന്നും 93 അംഗങ്ങളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. ഇനി ഇന്ത്യയുടെ വിഭജനത്തിന് ശേഷം, അതായത് ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ രണ്ടായിട്ട് വിഭജിച്ചു. അപ്പോൾ ഇന്ത്യയുടെ വിഭജനത്തിന് ശേഷം 389 അംഗങ്ങൾ എന്നുള്ളത്, ഭരണഘടനാ നിർമ്മാണ സഭയിൽ 389 അംഗങ്ങൾ എന്നുള്ളത് 299 മാറി. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 389 അംഗങ്ങൾ എന്നുള്ളത് എത്രയായി മാറി? 299 അംഗങ്ങളായി മാറി. അതായത് നമ്മൾ നേരത്തെ പഠിച്ചു 296 പേരാണ് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉണ്ടായിരുന്നത് അല്ലേ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 11 ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്നും ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യകളിൽ നിന്നുമായിട്ട് 296 പേരെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അതിൽ അങ്ങനെ, അതായത് ഈ വിഭജനം നടന്ന സമയത്ത് എന്ത് സംഭവിച്ചു? ഈ 296 എന്നുള്ളത് 229 ചുരുങ്ങി. ബാക്കിയുള്ളവർ എവിടെ ഉള്ളവരായിരുന്നു? പാകിസ്ഥാൻ പ്രദേശത്ത് ഉള്ളവരായതുകൊണ്ട് അവർ ആ ഭാഗത്തേക്ക് പോയി. അപ്പോൾ ഇതിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നിന്നും ഒഴിഞ്ഞു പോയി. അപ്പോൾ ടോട്ടൽ എത്ര അംഗങ്ങളായി? ടോട്ടലല്ല, തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ 229.
നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ 93 എന്ന് നമ്മൾ പഠിച്ചു. ഈ 93 എത്രയായി കുറഞ്ഞു? 70ലേക്ക് ചുരുങ്ങി. 93 എന്നുള്ളത് 70 അംഗങ്ങളായിട്ട് ചുരുങ്ങി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ അല്ലേ. 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഫസ്റ്റ് യോഗം ചേർന്നപ്പോൾ അതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹയായിരുന്നു എന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ പഠിച്ചു. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലികമായിട്ടുള്ള അധ്യക്ഷനാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അപ്പോൾ ഇതിൻ്റെ സ്ഥിര അധ്യക്ഷനായി പിന്നീട് തെരഞ്ഞെടുത്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ്. സ്ഥിര അധ്യക്ഷനായിട്ട് പിന്നീട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 1946 ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഡേറ്റ് ഓർക്കണം, 46 ഡിസംബർ 11. ഫസ്റ്റ് സമ്മേളനം നടന്നത് 46 ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാരാണ് HC മുഖർജി, VT കൃഷ്ണമാചാരി അല്ലേ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാരാണ് HC മുഖർജിയും VT കൃഷ്ണമാചാരിയും. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനിയാണ് അല്ലേ. അതുപോലെ ഭരണഘടന നക്കൽ തയ്യാറാക്കിയത് BN റാവു ആണ്. ഭരണഘടനയുടെ നക്കൽ തയ്യാറാക്കിയത് BN റാവു. അതേപോലെ ഭരണഘടനയുടെ നിയമോപദേശകനും BN റാവു ആണ്. ഭരണഘടനയുടെ നിയമോപദേശകനും ആര് തന്നെയാണ്? BN റാവു. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. ആരാണ്? ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറിയത് അല്ലേ. ഡിസംബർ 13 ഭരണഘടനയിൽ അവതരിപ്പിച്ച നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത്. ഭരണഘടനയുടെ ലേഔട്ട് തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചാൽ അത് നന്ദലാൽ ബോസാണ്. ഭരണഘടനയുടെ ലേഔട്ട് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ്. ഒരു നിയമനിർമ്മാണ സഭ എന്ന നിലയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ചത് 1947 നവംബർ 17. ഒരു നിയമനിർമ്മാണ സഭ എന്ന നിലയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ചത് 1947 നവംബർ മാസം 17 ആദ്യമായിട്ട് സമ്മേളിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് 1949 നവംബർ 26. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡേറ്റ് ആണ്. ഇനി ആമുഖത്തിൽ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരേ ഒരു ഡേറ്റും കൂടിയാണ് 1949 നവംബർ 26. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ആമുഖത്തിൽ സൂചിപ്പിച്ച ഒരേ ഒരു ഡേറ്റ് 1949 നവംബർ 26 അല്ലേ. നവംബർ 26 നമ്മൾ നിയമദിനം എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത് 1950 ജനുവരി 24 അല്ലേ. ഈ 1950 ജനുവരി 24 എന്നുള്ളത് വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണ്. കാരണം ആ ഒരു ഡേറ്റിൽ വേറെയും കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അല്ലേ. ദേശീയ ഗാനം അംഗീകരിച്ചു, ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനം അംഗീകരിച്ചു, ദേശീയ ഗീതം അംഗീകരിച്ചു. ഇതൊക്കെ 1950 ജനുവരി 24 അപ്പോൾ ഭരണഘടന നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നത് 1950 ജനുവരി 24.
ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചതും 1950 ജനുവരി 24-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് 1950 ജനുവരി 24-നാണ്. എത്ര പേര് ഒപ്പുവെച്ചു എന്ന് ചോദിച്ചാൽ 284 പേരാണ് ഇതിൽ ഒപ്പുവെച്ചത് കേട്ടോ. ഇത് ഭരണഘടനയിൽ ഒപ്പുവെച്ചത് 284 പേരാണ് ഒപ്പുവെക്കുന്നത്. ഇനി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 അല്ലേ. 1950 ജനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്. ഈ ദിവസം നമുക്കറിയാം ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26. നമ്മൾ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡേറ്റാണ് 1950 ജനുവരി 26 എന്നല്ലേ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-ന്. വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ശരിയല്ലാത്ത ജോഡികൾ ഏതെല്ലാം? ശരിയല്ലാത്ത ജോഡികൾ ഏതെല്ലാം? അതിൽ ജോലികൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ജോഡികൾ ഏതെല്ലാമാണ്? അതായത് 2022 ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ശരിയല്ലാത്ത ജോഡികൾ ഏതെല്ലാം? ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഭരണഘടനയുടെ ആമുഖം എഴുതി. അപ്പോൾ എന്തൊക്കെയാണ് ശരിയല്ലാത്തത് നോക്കാം. ഒന്ന്, ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ശരിയാണ്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടില്ല, പറയാൻ പോകുന്നേ ഉള്ളൂ. നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ നമ്മൾ പഠിച്ചത് ആരാണ്? സച്ചിദാനന്ദ സിൻഹയാണ്. അപ്പോൾ അത് തെറ്റായതാണ് ചോദിച്ചത് നമ്മൾ എടുത്തിട്ടോ. അതുപോലെ തന്നെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അല്ലേ, സ്ഥിര അധ്യക്ഷനായിരുന്നു. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഭരണഘടനയുടെ ആമുഖം എഴുതി. നമ്മൾ പഠിച്ചു നെഹ്റു ആണ് ആമുഖം എഴുതിയത്. അപ്പം രണ്ടാമത്തതും നാലാമത്തതുമാണ് അതിൽ തെറ്റായിട്ട് വരുന്നത് അല്ലേ. ശ്രദ്ധിക്കുക, ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഏത്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അല്ലേ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിക്കപ്പെട്ട വർഷം ഏതാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ രൂപീകരിക്കപ്പെട്ട വർഷമാണ് 1947 ഓഗസ്റ്റ് 29-ന്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് 1947 ഓഗസ്റ്റ് 29-നാണ്. ഇതിൽ എത്ര പേരുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 7 അംഗങ്ങളാണ് ഇതിലുണ്ടായിരുന്നത്. 7 അംഗങ്ങളുള്ള ഈ കമ്മിറ്റിയുടെ ചെയർമാൻ BR അംബേദ്കർ ആയിരുന്നു. 7 അംഗങ്ങൾ ടോട്ടൽ ഉണ്ട്. അതായത് അംബേദ്കർ ഉൾപ്പെടെ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ചെയർമാൻ BR അംബേദ്കർ ആണ്. ബാക്കിയുള്ള അംഗങ്ങൾ ആരൊക്കെയാന്ന് നോക്കാം. KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, TP ഗെയ്ത്താൻ, BL മിത്തൽ. ഇത്രയും പേരാണ് ഇതിലെ അംഗങ്ങൾ. അതിൽ TP ഗെയ്ത്താന് പകരം പിന്നീട് TT കൃഷ്ണമാചാരിയും മിത്തലിനു പകരം N മാധവറാവും വന്നു കേട്ടോ. TP ഗെയ്ത്താന് പകരം പിന്നീട് TT കൃഷ്ണമാചാരി വന്നു. BL മിത്തലിന് പകരം N മാധവറാവു അല്ലെ. മിത്തൽ മാധവൻ അങ്ങനെ കണക്ട് ചെയ്യാം. ഗെയ്ത്താൻ കൃഷ്ണമാചാരി മിത്തൽ മാധവൻ കിട്ടി. നമുക്ക് പിന്നെ TT കൃഷ്ണമാചാരിയും മാധവറാവും അറിയുന്ന ഒരാളാണെങ്കിൽ പരസ്പരം മാറിപ്പോവാതിരിക്കാൻ മിത്തൽ മാധവൻ രണ്ടും വെച്ചിട്ടാണ് എന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. അടുത്തത്, ആദ്യ ഡ്രാഫ്റ്റ്, അതായത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഏൽപ്പിച്ച ജോലി എന്താ? ഭരണഘടന ഉണ്ടാക്കുക എന്നുള്ളത്, എഴുതി തയ്യാറാക്കുക എന്നുള്ളതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഏൽപ്പിച്ച ജോലി അല്ലേ. അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. നമുക്ക് നേരത്തെ അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആദ്യ ഡ്രാഫ്റ്റ്, ഭരണഘടനാ നിർമ്മാണ സമിതി ആദ്യ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആദ്യ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് 1948 ഫെബ്രുവരിയിലാണ്. 1948 ഫെബ്രുവരിയിലാണ് ആദ്യത്തെ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നത്. രണ്ടാമത്തെ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നത് 1948 ഒക്ടോബറിലാണ്. രണ്ടാമത്തെ ഡ്രാഫ്റ്റ് 1948 ഒക്ടോബറിൽ. അതായത് ആദ്യ ഡ്രാഫ്റ്റ് 48 ഫെബ്രുവരിയിൽ തയ്യാറാക്കി അത് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ജനങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് അവർക്ക് 8 മാസം, ഏകദേശം 8 മാസത്തോളം സമയം കൊടുത്ത്
പിന്നീട് അത് അവരെല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ മാനിച്ച് തിരുത്തലുകളൊക്കെ വരുത്തി രണ്ടാമത്തെ ഡ്രാഫ്റ്റ് അവതരിപ്പിച്ചത് 1948 ഒക്ടോബറിലാണ്. അവസാന ഡ്രാഫ്റ്റ് ആദ്യമായി ഭരണഘടനയിൽ അവതരിപ്പിച്ചത് 1948 നവംബർ 4-നാണ്. അങ്ങനെ എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ ചെയ്തു, ഭരണഘടനയുടെ ഒരു കരട് തയ്യാറാക്കി, ഡ്രാഫ്റ്റ് തയ്യാറാക്കി, ഇത് എല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം പിന്നീട് ഇത് എവിടെ അവതരിപ്പിച്ചു? അവസാനം ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ കേട്ടോ അവതരിപ്പിച്ചത് 1948 നവംബർ 4-നാണ്. ആദ്യ റീഡിങ്, ഫസ്റ്റ് വായനയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ അവതരിപ്പിച്ചു. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഈ ഡ്രാഫ്റ്റ് അവതരിപ്പിക്കുന്നു. അത് 48 നവംബർ 4-നാണ് ഫസ്റ്റ് റീഡിങ്ങിന്. സെക്കൻഡ് റീഡിങ് 1949 ഒക്ടോബർ 17. 1949 ഒക്ടോബർ 17-നാണ് എന്ത് വരുന്നത്? സെക്കൻഡ് റീഡിങ് വരുന്നത്. 49 ഒക്ടോബർ 17, ഫസ്റ്റത്തെ 48 നവംബർ 4, സെക്കൻഡ് റീഡിങ് 49 ഒക്ടോബർ 17. മൂന്നാമത്തേതും അവസാനത്തേതുമായ റീഡിംഗ് ആണ് 1949 നവംബർ 14 തുടങ്ങി നവംബർ 26 അവസാനിച്ചു കേട്ടോ. 1949 നവംബർ 14 തുടങ്ങി നവംബർ 26 അവസാന വായനയ്ക്ക് വേണ്ടിയിട്ട് വെച്ചത്, അവസാനിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നമ്മൾ പറയുകയും ചെയ്തു, ഡോക്ടർ BR അംബേദ്കർ ആണ് അല്ലേ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രിയാണ് ഡോക്ടർ BR അംബേദ്കർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രി. ജനനം 1891 ഏപ്രിൽ 14-നാണ്. അംബേദ്കറുടെ ജനനം 1891 ഏപ്രിൽ 14. ലണ്ടനിൽ വെച്ച് നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാണ് ഡോക്ടർ BR അംബേദ്കർ അല്ലേ. ലണ്ടനിൽ വെച്ച് നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നത്. ഈ 3-ലും ആര് പങ്കെടുത്തു? അംബേദ്കർ പങ്കെടുക്കുകയുണ്ടായി. അതുപോലെ മഹർ പ്രസ്ഥാനത്തിന് രൂപം നൽകി അദ്ദേഹം കൊണ്ടുവന്നൊരു പ്രസ്ഥാനമായിരുന്നു ഏത്? മഹർ പ്രസ്ഥാനത്തിന് രൂപം നൽകി. അംബേദ്കർ സ്ഥാപിച്ച സംഘടനയാണ് ബഹിഷ്കൃത ഹിതകാരിണി സഭ. 1924 ഈ സംഘടന രൂപീകരിച്ചത്. ഏതാണ്? ബഹിഷ്കൃത ഹിതകാരിണി സഭ രൂപീകരിച്ചത് 1924. ഇനി അംബേദ്കറുടെ പ്രസിദ്ധീകരണങ്ങളാണ് മൂക് നായക്, ബഹിഷ്കൃത ഭാരത്. എത്രയോ തവണ PSC ചോദിച്ചതാണ് ഇതൊക്കെ കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റുകൾ മാത്രമേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതായത് PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന പോയിന്റുകൾ മാത്രം. അപ്പോൾ നമ്മുടെ അംബേദ്കറുടെ പ്രസിദ്ധീകരണങ്ങളാണ് മൂക് നായക്, ബഹിഷ്കൃത ഭാരത്. ഏതൊക്കെയാണ്? മൂക് നായക്, ബഹിഷ്കൃത ഭാരത്. അദ്ദേഹം 1956 ഡിസംബർ 6-നാണ് മരണപ്പെടുന്നത് അല്ലേ. 1956 ഡിസംബർ 6-ന് അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ചൈത്രഭൂമി. ഡോക്ടർ BR അംബേദ്കറുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് ചൈത്രഭൂമി. ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യൻ എന്ന് അംബേദ്കറെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് കേട്ടോ. ഒരു ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യൻ എന്ന് അംബേദ്കറെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഗാന്ധിജിയാണ്. അംബേദ്കർക്ക് മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം നൽകിയത് 1990-ലാണ്. അതായത് അംബേദ്കർക്ക് ഭാരതരത്നം ലഭിച്ചത് 1990-ലാണ്. അദ്ദേഹം മരണപ്പെട്ടതെന്നാണ് 1956 മരിച്ചിട്ടുണ്ട് ഡിസംബർ 6-ന് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് 1990 ഭാരതരത്നം നൽകുന്നത്. അപ്പോൾ അദ്ദേഹം ജനിച്ചതെന്നായിരുന്നു എന്നാ പറഞ്ഞത്? 1891 ഏപ്രിൽ 14 അല്ലേ. 1891 ഏപ്രിൽ 14 ജനിച്ചു. 1956 ഡിസംബർ 6-ന് മരണപ്പെടുകയും ചെയ്തു. ഇനി ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഏകദേശം 22ഓളം കമ്മിറ്റികളുണ്ട് അല്ലേ. 22ഓളം കമ്മിറ്റികളാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലുള്ളത്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ PSC. 22ഓളം കമ്മിറ്റികളാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലുള്ളത്. അതിൽ മേജർ കമ്മിറ്റികൾ ഏതൊക്കെയാണെന്ന് നോക്കാം.
ഫസ്റ്റ് വൺ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ മേജർ കമ്മിറ്റികളും അതിൻ്റെ ചെയർമാൻമാരാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നമുക്കറിയാം BR അംബേദ്കർ ആണ്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, ഏതാണ്? യൂണിയൻ പവേഴ്സ് കമ്മിറ്റി. അതാരതാണ്? ജവഹർലാൽ നെഹ്റു. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി നെഹ്റു. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി നെഹ്റു. അതാരതാണ്? യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയും ജവഹർലാൽ നെഹ്റു. സ്റ്റേറ്റ്സ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു. സ്റ്റേറ്റ്സ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു. അതുപോലെ പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേൽ. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേൽ. അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൈനോറിറ്റീസ് ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയ. അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൈനോറിറ്റീസ് ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയ. അതാരതാ? സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലാണ് അതിൻ്റെ ചെയർമാൻ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കമ്മിറ്റി. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കമ്മിറ്റിയുടെ ചെയർമാൻ JB കൃപലാനി. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കമ്മിറ്റിയുടെ ചെയർമാൻ JB കൃപലാനിയാണ്. മൈനോറിറ്റി കമ്മിറ്റി HC മുഖർജി. ആരാണ്? മൈനോറിറ്റി കമ്മിറ്റിയുടെ ചെയർമാൻ HC മുഖർജിയാണ് മൈനോറിറ്റി കമ്മിറ്റിയുടെ ചെയർമാൻ. നെക്സ്റ്റ് വരുന്നത് നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ട്രൈബൽ ഏരിയ ആൻഡ് അസം എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയ സബ് കമ്മിറ്റി. ആരാണ്? ഗോപിനാഥ് ബർദോളി. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ട്രൈബൽ ഏരിയ ആൻഡ് അസം എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയ സബ് കമ്മിറ്റി ഗോപിനാഥ്. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ലേ? റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട കമ്മിറ്റി, അതായത് മേജർ കമ്മിറ്റികൾ. ഇനി മൈനർ കമ്മിറ്റികൾ നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് അതായത് PSC ചോദിച്ചിട്ടുള്ള കുറച്ച് കമ്മിറ്റികൾ മാത്രമേ ഞാനിവിടെ തരുന്നുള്ളൂ കേട്ടോ. മൈനർ കമ്മിറ്റികൾ ഞാൻ ഏകദേശം വളരെ ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രമാണ് തരുന്നത്. അഡ്ഹോക്ക് കമ്മിറ്റി നാഷണൽ ഫ്ലാഗ്. അഡ്ഹോക്ക് കമ്മിറ്റി നാഷണൽ ഫ്ലാഗ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ക്രെഡൻഷ്യൽ കമ്മിറ്റി. ക്രെഡൻഷ്യൽ കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. അല്ലാടി കൃഷ്ണസ്വാമി അയ്യരുതാണ് ക്രെഡൻഷ്യൽ കമ്മിറ്റി. നെക്സ്റ്റ് വരുന്നത് ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ അല്ലേ? ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി KM മുൻഷി. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി KM മുൻഷിയാണ് ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി. നെക്സ്റ്റ് ലാംഗ്വേജ് കമ്മിറ്റി. ലാംഗ്വേജ് കമ്മിറ്റി മൂട്ടോരി സത്യനാരായണ. ആരാണ്? മൂട്ടോരി സത്യനാരായണയാണ് ലാംഗ്വേജ് കമ്മിറ്റി. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ വളരെ ചെറിയൊരു ഭാഗം കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ന് നടന്നിട്ടുള്ളൂ. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, വലിയൊരു ഏരിയ തന്നെയാണ്. അപ്പോൾ എക്സാമിന് ഇതുവരെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ക്ലാസ് ഉൾപ്പെടുത്തിയത്. ഇനി ഇതിൻ്റെ ബാക്കി ക്ലാസ് അടുത്ത ദിവസമായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.